ഇടുക്കിയിൽ ഇന്നലെ ഉണ്ടായ ദുരന്തമാണ്. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ജോലികൾ നടക്കുന്നതിനിടയിലാണ് ഉന്നതിയിലേക്ക് മണ്ണിടിഞ്ഞു വീണ് വീട്ടിനുള്ളിൽ കുടുങ്ങി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഒരാളുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിച്ചത്. ആ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. ഇടുക്കി അടിമാലിക്ക് സമീപത്താണ് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയ ഇന്നലെ ദമ്പതികൾ കുടുങ്ങിയത്. അതിൽ ഒരാൾ മരിച്ചു. അടിമാലി ലക്ഷം വീട് ഉന്നതിയിലെ ബിജുവാണ് മരിച്ചത്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ പുറത്തെടുത്തത്. ഇവരെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബിജുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ദുരന്തമുഖത്താണല്ലോ നമ്മളുണ്ടായിരുന്നത്. അപ്രതീക്ഷിതമായി സംഭവിച്ച വിഷയത്തിൽ നമുക്കൊരു ജീവൻ നഷ്ടപ്പെട്ടു, ഒരാളെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റി. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ സാധ്യമായ നിലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു. പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ ലോക്കൽ RFCയും ഉൾപ്പെടെയുള്ളവരെല്ലാം ഇവിടെ എത്തി പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ NDRFൻ്റെ ടീമും സ്ഥലത്ത് വന്ന് ഏകദേശം 4 മണിക്കൂറോളം നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കൊരാളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചത്. എന്നാൽ ഒരാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, നമുക്കതെടുക്കാൻ തന്നെ വലിയ പാടുപെട്ടൊരു സ്ഥിതി നമുക്ക് കാണാൻ ഇടയായി. ഇന്ന് സന്ധ്യയെ ഇവിടുന്ന് രാജഗിരിയിലേക്കാണ് നമ്മൾ മാറ്റിയത്. വാസ്കുലർ സർജറി വിഭാഗം കൂടിയുള്ള ഒരു ആശുപത്രി വേണമെന്ന് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണമാണ് വളരെ പെട്ടെന്ന് ദൂരം കുറവ് എത്തിച്ചേരാൻ കഴിയുന്ന രാജഗിരിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ബിജുവിൻ്റെ മൃതദേഹം കിട്ടിയതിന് ശേഷം ഏതാണ്ട് 5 കൂടി അത് മോർച്ചറിയിൽ വെച്ച് ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുന്ന സ്ഥിതിയാണുള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന 3 മണിയോട് കൂടിയാണ് അതിൻ്റെ അടക്കം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളിൽ ആ പ്രദേശത്ത് ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. അതായത് അപകട സാധ്യതയുണ്ട്, മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ട് ആൾക്കാരെ മാറ്റി താമസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു. എല്ലാവരെയും തന്നെ മാറ്റി താമസിപ്പിക്കാനായിട്ട് സാധിച്ചു. അവർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തു. ആ നിലയിൽ എല്ലാ നടപടികളും പൂർത്തീകരിച്ചിരുന്നെങ്കിലും അടിമാലിയിൽ മണ്ണിടിച്ചിലാണ് ഒരാൾ മരിച്ചത്. വലിയ ദുരന്തമാണ് ഇന്നലെ ഉണ്ടായത്. വീണ്ടും അപകട ഭീഷണിയുണ്ട്. 2 ദിവസമായി തുടരുന്ന മണ്ണിടിച്ചിലാണ്. അതാണ് ഇന്നലെ വീടിന് മുകളിലേക്ക് പതിച്ച് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. പരിക്കേറ്റ സന്ധ്യയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇടുക്കിയിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അശാസ്ത്രീയ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പരാതികൾ നേരത്തെ തന്നെ നാട്ടുകാർ ഉന്നയിച്ചതാണ്. ആ സാഹചര്യത്തിലാണ് അവർക്ക് സമീപ പ്രദേശത്ത് താമസിക്കാൻ പോലും സാഹചര്യമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. 22ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ജനപ്രതിനിധികൾ പ്രതികരിച്ചതനുസരിച്ചാണെങ്കിൽ അവർക്ക് എല്ലാവിധ സുരക്ഷയും ഒരുക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്.